നമസ്കാരം കൂട്ടുകാരെ, മുനീറാണ്. മുനീർ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ഒരു അടുക്കളയിൽ കുടുങ്ങിയ ഒരു കാട്ടുപാമ്പിനെ പിടിക്കാൻ വേണ്ടി പോകാട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ഞങ്ങൾ ഈ പാമ്പിനെ പിടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് ചെന്നപ്പോൾ ഈ വീടിൻ്റെ സൈഡിലൊക്കെ വിറകുകളൊക്കെ കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആണ് ഈ പാമ്പൊക്കെ വീടിനോട് ചേർന്ന് ചാരി കൊണ്ട് വീട്ടിൻ്റെ അകത്തോട്ടൊക്കെ കയറി വരുന്നത്. അപ്പോൾ നമ്മളൊക്കെ വീട്ടുകാർക്ക് വളരെയധികം ശ്രദ്ധിക്കണം. ഇതുപോലുള്ള കാര്യങ്ങൾ, പരിസരം കാര്യങ്ങളൊക്കെ വൃത്തിയായി സൂക്ഷിക്കാനൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പാമ്പിനെ ഞങ്ങൾ അവിടെ നിന്ന് പിടിച്ചിട്ട് റെസ്ക്യൂ ചെയ്താണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പം ചെറുതായാലും വലുതായാലും ഏത് പാമ്പാണെങ്കിലും ചില ആളുകൾ നമുക്കൊക്കെ പേടിയായിരിക്കും. വീടിൻ്റെ അകത്തോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, അങ്ങനെ എന്താണെന്നൊരു ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പം ബേജാറായി ആകെ പേടിച്ച്. അപ്പോൾ ചെറുതായാലും വലുതായാലും ഒക്കെ പാമ്പിൻ്റെ അവസ്ഥകൾ ഇതാണ്. അപ്പോൾ നമ്മൾ പരിസരം കാര്യങ്ങളൊക്കെ മാക്സിമം വളരെയധികം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ ഇതുപോലെ പാമ്പുകൾ കയറിക്കൂടും. അപ്പോൾ നമുക്കത് വളരെ അപകടം വരുത്തി വെക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഒരു കാട്ടുപാമ്പാണ്, ചെറിയൊരു പാമ്പാണ്. ചെറുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ചെറുതായാലും വലുതായാലും പാമ്പിനെ കണ്ട് പേടിക്കുന്ന ആളുകളുണ്ട് ഒരുപാട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ചെറുത് കണ്ടാലും വലുത് കണ്ടാലും പേടി തന്നെ ആയിരിക്കും. അപ്പം എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള പരിസരം കാര്യങ്ങളൊക്കെ വൃത്തിയായി സൂക്ഷിക്കാനും വിറക് കാര്യങ്ങൾ മരങ്ങളൊന്നും നമ്മൾ വീടിനോട് ചേർന്നുകൊണ്ട് കൂട്ടിയിടാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പം ഞങ്ങൾ ഈ പാമ്പിനെ അവിടെ നിന്ന് പിടിച്ച് ഞങ്ങൾ അതിനെ സേഫാക്കി മാറ്റിയിട്ടുണ്ട്. ചെറിയ സാധനം അതിൻ്റെ മുമ്പിൽ വെച്ചെടുത്തേക്ക് അവിടെ ഞാൻ കുറച്ചും കയറ്റിച്ചു ഇത് കയറില്ല വലിയ ചട്ടി മാത്രമേ കണ്ടില്ല. ചിലപ്പോൾ അങ്ങനെ വാല് കൃഷിക്കും അത് വൈകി ഇങ്ങനെ പോയി ചെറിയ സാധനമാകുമ്പോൾ വാല് കിട്ടാൻ പണിയാണ്. തുള്ളിക്കാൾ പെട്ടെന്ന് തുള്ളും. നമ്മളത് എടുക്കണം. വേറെ ബോട്ടിലുണ്ടെങ്കിൽ വലിയ ബോട്ടിൽ ഇതിന്റെ മൂടിയുണ്ടോ? മൂടിയാണ്. തുള്ളി അതായത് ഇപ്പം വൈകി പോകല്ലേ. അതാ ആ ഇത് കുറച്ച് വെച്ചിട്ട് അതിൻ്റെ അരിക്ക് വെച്ചു. ചെറുതാവുമ്പോഴേ ചെറുതാണ്.